ജയ ശിവശംഭു. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്നും 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പുഷ്കറിന്റെ മനോഹരമായ കാഴ്ചയിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കടന്നുപോയത്. പുഷ്കറിനെ പ്രസിദ്ധമാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇവിടുത്തെ ഹോളി ആഘോഷങ്ങൾക്കുണ്ട്. ആ ഹോളിയുടെ ഫുള്ള് വൈബ് ആഘോഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിറകൊണ്ട ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോളി കളിക്കാനുള്ള ആഗ്രഹവുമായി രാവിലെ വെള്ളയും വെള്ളയിട്ട് നേരെ മേള ഗ്രൗണ്ടിലേക്ക് വെക്കും. ഇന്നലെ കണ്ട ഗ്രൗണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പിന്നെ ഒട്ടും മടിച്ചില്ല. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഞങ്ങൾ എടുത്തങ്ങ് ചാടി. നല്ല കുറച്ച് വീഡിയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത് കണ്ട ഫയർഫോഴ്സ് വണ്ടിയുടെ മേളിൽ വലിഞ്ഞു കയറി. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ആദ്യം വിചാരിച്ചു ആളുകൾ അലമ്പായിട്ട് ജലപീരങ്കിയല്ലോ ആയിരിക്കുമെന്നാണ്. പിന്നീട് മനസ്സിലായി അതങ്ങനെയല്ല എന്ന്. കാരണം ആഘോഷങ്ങളിൽ നാട്ടുകാർ മാത്രമല്ല, ഫയർഫോഴ്സും പോലീസും പിന്നെ ടൂറിസം ഒഫീഷ്യൽസും എല്ലാവരും ഉണ്ട്. കാരണം എന്താ, ടൂറിസം മുഖ്യ വരുമാന സ്രോതസ്സായ പുഷ്കറിൽ ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കേണ്ടത് അവരുടെയും കൂടെ കടമയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെങ്ങാനോ ആയിരിക്കണമായിരുന്നു. എല്ലാം കൂടെ പൊളിച്ചടുക്കി കൈ തന്നേനെ. കാരണം എന്താ, ഉത്സവപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ ഗാനമേളയ്ക്കൊപ്പം ഡാൻസ് കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉരുകൂട്ടുന്ന പോലീസും അധികാരികളും തന്നെയാണ്. ഇതിനൊരു വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരം. ഒന്നും പറയണ്ടല്ലോ വേറെ. ഹോളി ആഘോഷമാണ് ഇപ്പോൾ കണ്ടത്. ഇത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മുന്നേക്ക് പോവുകയാണ്. പുഷ്കറിലെ ബാക്കി സ്ഥലങ്ങളിലുള്ള ഹോളി ആഘോഷങ്ങൾ. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഹോളി ആഘോഷം കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. കൂടെ വാ. അപ്പോഴേ എന്തായാലും നമ്മളിങ്ങനെ ചുമ്മാ നടക്കൂലേ, ഹോളിയെ പറ്റിയുള്ള കഥ കൂടി ഒന്ന് കേട്ടിരിക്കാം. ഹോളി ആഘോഷത്തിന്റെ പേര് വരുന്നത് ഹിരണ്യകശിപുവിന്റെ സഹോദരിയായ ഹോളികയിൽ നിന്നാണ്. അപ്പോൾ ഹിരണ്യകശിപു ആരാണെന്നല്ലേ, ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വല്ലാത്ത ഒരു ജാതി വരം മേടിച്ച അസുരൻ. വരം കിട്ടിയപ്പോൾ ആ കുന്തളപ്പിൽ നാട്ടുകാരോടെല്ലാം പറഞ്ഞു താനാണ് ദൈവം, തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന്. തന്റെ പുത്രനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതായിട്ട് പുള്ളിക്കാരൻ അറിഞ്ഞു. ഇതിൽ കലിപുണ്ട ഹിരണ്യകശിപു പ്രഹ്ലാദനെ തൂക്കിയെടുത്ത് ആനയുടെ മുന്നിലേക്ക് എറിഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ പിന്നെ കിണറ്റിലെറിഞ്ഞും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടും കൊല്ലാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹോളിക രംഗപ്രവേശം ചെയ്തത്. ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്നും വരദാനമായി ലഭിച്ച തീയേൽക്കാത്ത ഷോളിന്റെ പച്ചയിൽ പുള്ളിക്കാരി പറഞ്ഞു, പ്രഹ്ലാദന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. എല്ലാവരും നോക്കി നിൽക്കെ തീയേൽക്കാത്ത ഷോളും പുതച്ച് പ്രഹ്ലാദനെയും മടിയിലിരുത്തി തീക്കുണ്ടത്തിന് തീയിട്ടു. കാറ്റടിച്ച് ഷോള് പറന്നുപോയി. ഹോളിക കത്തി ചാമ്പലാവുകയും പ്രഹ്ലാദൻ പൊള്ളലേക്കാതെ രക്ഷപ്പെട്ടു എന്നുമാണ് കഥ. ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഹോളി ആഘോഷത്തിന്റെ തലേദിവസം രാത്രി തീ കൂട്ടിയിട്ട് ഹോളികയുടെ ദഹനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഹോളി എങ്ങനെ നിറങ്ങളുടെ ഉത്സവമായി മാറി എന്നല്ലേ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ബ്രഹ്മ മന്ദിരത്തിന്റെ മുന്നിലാണ് ഹോളി ആഘോഷിക്കുന്നത്.
Holi vlog. Happy Holi. Happy Holi. Happy Holi. Happy Holi bro. Color. അപ്പോൾ ഹോളി എങ്ങനെ നിറങ്ങളുടെ ഉത്സവമായി എന്ന കഥയൊന്ന് കേട്ടാലോ. സമുദ്രമന്ഥനത്തിൽ നിന്ന് വന്ന കാളകൂട വിഷം കുടിച്ച മഹാദേവന്റെ കഴുത്ത് നീല കളറായ കഥ നിങ്ങളെല്ലാവർക്കും കേട്ടിരിക്കും. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ നീലക്കാർവർണ്ണനായതിനെ പറ്റി പല കഥകളുമുണ്ട്. അതിലൊന്നാണ് കാളിയമർദ്ദനത്തിനിടെ കാളിയന്റെ വിഷമേറ്റ് ശരീരം നീല കളറായി എന്നും, പിന്നീടുള്ളത് ശ്രീകൃഷ്ണൻ കുഞ്ഞായിരിക്കെ രാക്ഷസിയായ പൂതറ നൽകിയ വിഷപ്പാലേറ്റുമാണ് ശരീരം നീല കളറായെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ ശരീരത്തിൻ്റെ കളറിനെ പറ്റി രാധയും ഗോപികമാരും തന്നെ കളിയാക്കുന്നുവെന്ന് അമ്മ യശോദയോട് പറഞ്ഞപ്പോൾ അമ്മയാണ് കണ്ണൻ്റെ കയ്യിൽ നിറങ്ങൾ നൽകിയിട്ട് എന്നാൽ നീ അവരെയും ചായം പൂശിക്കോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ കണ്ണനും ഗോപികമാരും പരസ്പരം ചായം പൂശിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹോളി നിറങ്ങളുടെ ഉത്സവമായി ആഘോഷിക്കുന്നത്. Happy Holi. Cameraman Chan Nawab. Hello. Happy Holi. പുഷ്കറിന്റെ ഹോളി ആഘോഷത്തിന്റെയും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആഘോഷിച്ചു. ഈ വൈബ് വെച്ചിട്ട് ഞങ്ങൾ മിക്കവാറും അടുത്ത വർഷവും ഹോളി ആഘോഷിക്കാൻ പുഷ്കറിൽ തന്നെ വരാൻ ശ്രമിക്കുന്നതായി. നിങ്ങൾക്കും പുഷ്കറിന്റെ ഹോളി ആഘോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന പുഷ്കർ ഹോളിയിൽ പങ്കെടുത്ത് ആഘോഷമാക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിരിക്കണം കേട്ടോ.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അവരും കൂടെ കണ്ടൊന്ന് എൻജോയ് ചെയ്യട്ടെന്നേ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ കേട്ടോ. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മഹദേവ് മഹദേവ്.